നമ്മൾ 52-ാമത്തെ ശ്ലോകമാണ്. ഈ 52-ാമത്തെ ശ്ലോകം 51 കഴിഞ്ഞതാ. നമ്മളിപ്പോൾ കുറേ ഗ്യാപ്പായോണ്ടേ നമുക്ക് ഈ ഇതുവരെ പഠിച്ചതെന്ന് വെച്ചാൽ ഈ ബേസിക്സ് നമുക്കൊന്ന് പറയാമോ? ഈ എന്തുവാ നമ്മള് ഗീസിക്ക് പറയാമോ ജീവാത്മാവിന്റെ ഘടന എന്തുവാന്ന്? പിന്നെ വാസനയും പരമാത്മാവോട് ചേരുന്നതാണ് ജീവാത്മാവ്. പിന്നെ ജീവാത്മാവെന്ന് പറയുന്നത് ഓർക്കുന്നില്ലയോ പറഞ്ഞത്? മൊത്തം എത്ര ഘടകങ്ങളുണ്ട്? 3. ഏതൊക്കെയാ? പിന്നെ കാരണ ശരീരം, അല്ല, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, നമ്മുടെ പിന്നെ മനസ്സ്. 3 ശരീരങ്ങളല്ലയോ? അതെ. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇത് 3. ഇപ്പഴാ ഓർമ്മ വന്നല്ലയോ? ആ ആ അത് നോക്കി പറയുവാണോ? അല്ല അല്ല, നോക്കിയില്ല, ഞാനിപ്പഴേ ഓർത്തു തരാം. സൂക്ഷ്മ ശരീരത്തിലാ നമ്മുടെ അന്ധകരണം. സൂക്ഷ്മ ശരീരത്തിനകത്തുനിന്നുള്ളതല്ല, സൂക്ഷ്മ ശരീരം എന്ന് അല്ല, പറയുന്നത് സൂക്ഷ്മ അന്ധകരണമാണ്. ശരീരം. ആ അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? അന്ധകരണം പിന്നെ ചൈതന്യം, പരമാത്മ ചൈതന്യവും വാസനയോടെ ചേർന്നത്. ഇത് എപ്പോഴും പരമാത്മ ചൈതന്യവും വാസനയും കൂടെ എന്നുള്ളത് വരുന്നേ. അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചേർന്നതാ? അന്ധകരണം നോക്കി പറയരുത്. നോക്കി കുഞ്ഞമ്മയ്ക്ക് പറയാമോ? പിന്നെ അല്ല അല്ല, ചേച്ചി കുഞ്ഞമ്മയ്ക്ക് പറയാമോ ചോദിച്ചതാ. അന്ധകരണം ബുദ്ധി, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത്രയും ചേർന്നതാണ് അന്ധകരണം. സ്ഥൂല ശരീരോ? അതെ, സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരോ? സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ശരീരം, അതാണ് സ്ഥൂല ശരീരം. അത് എവിടുന്നുണ്ടായതാ? പഞ്ചഭൂതങ്ങളിൽ നിന്നും. അതെ അതെ. കാരണശരീരോ? അത് ജന്മത്തിന് കാരണമായത് കാരണശരീരം. അതെന്താണത്? അത് വാസനയെ കൂടെ അത് അജ്ഞാനം, അവിദ്യ, മായ, ഇഷ്ടാനിഷ്ടങ്ങള്, അത് വാസന. അതെ കർമ്മഫലങ്ങള്. അതെ, പല രീതിയിൽ പറയാം. അതെ. ചന്ദ്രലേക്ക് പറയാവോ ജീവാത്മാവിന്റെ ഒരു ഘടന? ഓർമ്മയുണ്ടോ? നോട്ട്സ് ആയിട്ട് കിട്ടിയാ പഠിക്കാമായിരുന്നു. ഷെയർ ചെയ്താൽ മതി ഗ്രൂപ്പില്, എനിക്ക് തലയിൽ നിൽക്കുന്നില്ല. 3 ശരീരങ്ങൾ കേട്ടു നമ്മൾ ഓർക്കുന്നില്ലേ? 3 ശരീരമുണ്ട് നമുക്ക്. എന്തൊക്കെയാ അത്? സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. അതെ, നമ്മൾ ആദ്യം പറയുന്നത് സ്ഥൂല ശരീരം, നമുക്ക് കാണുന്ന ശരീരം സ്ഥൂല ശരീരം, പിന്നെ സൂക്ഷ്മ ശരീരം, പിന്നെ കാരണ ശരീരം. ഇത് 3 കൂടെ ആയാലും ജീവാത്മാ ആകുമോ? ഇല്ല. പിന്നെ എന്താ കൂടെ വേണം? അന്ധകരണമാണ്. അന്ധകരണം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിനെ പറയുന്നതാണ്. ജീവാത്മാവ്. അതാ ഈ 3 കൂടെ ചേർന്നാൽ ജീവാത്മാവ് ആകുമോ? ഇല്ല. പിന്നെ എന്താ കൂടെ വേണം? ബുദ്ധിയാണോ? കുഞ്ഞമ്മയ്ക്ക് പറയാവോ? പരമാത്മ ചൈതന്യം കൂടെ വേണം. പരമാത്മ ചൈതന്യം ഇതിലേക്കൂടെ പ്രകാശിക്കുമ്പോഴാണ് ജീവാത്മാവാകുന്നത്, അല്ലെങ്കിൽ അത് ജഡവാ. അത് പരമാത്മ ചൈതന്യത്തിന്റെ പ്രതിഫലനം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിൽ കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് ജീവാത്മാവാകുന്നത്. അതെ അതെ.
ലേഖ ചേച്ചിക്ക് പറയാവോ? ജീവാത്മാവിന്റെ ഒരു ഘടനയെ പറയാവോ? ജീവാത്മാവ് എന്ന് വെച്ചാൽ എന്താണെന്ന്? ജീവാത്മാവ് മനസ്സും മനസ്സും ജീവാത്മാവെന്ന് പറയുന്നത് നമ്മുടെ പരമാത്മാവിന്റെ ഒരു അംശമാണ്. അതെ. മാലിന്യങ്ങളുള്ള ആത്മാവാണ് ജീവാത്മാവ്. അതെ. പക്ഷേ അതിന്റെ ഒരു ഘടനയുണ്ട്, പറയാവോ? അതിന്റെ ഘടന നാളി പറഞ്ഞതായിരുന്നു, ഇപ്പൊ ഓർക്കുന്നില്ല. ഇപ്പൊ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. കാരണ ശരീരം. ഈ പരമാത്മ ചൈതന്യം കാരണ ശരീരത്തിൽ കൂടെ പ്രതിഫലിക്കുമ്പോഴാണ് അന്ധകരണവും സ്ഥൂല ശരീരത്തിൽ കൂടെ ജീവാത്മാവ് പ്രകടമാവുന്നത്. ഓ, ശരി ശരി. ഒന്നുകൂടെ പറഞ്ഞേ, എങ്ങനെയാ? ഒന്നുകൂടെ പറഞ്ഞേ. സ്ഥൂല ശരീരം വെച്ചാൽ നമ്മുടെ ശരീരം, അത് പഞ്ചഭൂതത്തിൽ നിന്ന് ഉണ്ടായതാണ്. അടുത്തത് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതിൽ നാലും കൂടെ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. അതിനെ അന്ധകരണം എന്ന് പറയുന്നു സംസ്കൃതത്തില്, അന്ധകരണം. ഈ അന്ധകരണത്തിനെ പറയുന്നതാണ് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകളെയാണ് 4 തരത്തിൽ വിഭജിച്ചിരിക്കുന്നത്. വികാര ചിന്തകള്, വിചാര ചിന്തകള്, ഓർമ്മ ചിന്തകള്, ഞാനെന്ന ഭാവചിന്തകള്. ഇതാണ് സൂക്ഷ്മ ശരീരം. കാരണ ശരീരം എൻ്റെ വാസന. ഞാൻ ഈ ജന്മം എടുക്കാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ശരീരം വിട്ടപ്പോൾ ഉണ്ടായ ആ സഞ്ചിത കർമ്മമാണ് അടുത്ത ജന്മത്തിന് കാരണമായത്. അപ്പം ഈ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആ ശരീരം വിട്ടപ്പോഴ് ആ ജീവാത്മാവ് സൂക്ഷ്മ ശരീരത്തിനെയും കാരണ ശരീരത്തിനെയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. സ്ഥൂല ശരീരം അവിടെ ഇടും, അതാണ് ജഡം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ജന്മം ഏതോ ഒരു ശരീരത്തിൽ ജീവിച്ചിരുന്നു. ആ ശരീരം ഞാനെന്ന ജീവാത്മാവ് കഴിഞ്ഞ ജന്മത്തിലെ ശരീരത്തിനെ വിട്ടപ്പോഴ് ആ ഞാനെന്ന ജീവാത്മാവ് കാരണ ശരീരത്തിനെയും സൂക്ഷ്മ ശരീരത്തിനെയും വഹിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ സ്ഥൂല ശരീരത്തിന് അവിടെ ഇട്ടു ജഡമായിട്ട്. അപ്പം എന്നിട്ട് അപ്പം ഈ സ്ഥൂല ശരീരത്തിനെ അവിടെ ഇട്ടിട്ട് ജീവാത്മാവ് സൂക്ഷ്മ ശരീരത്തിനെയും കാരണ ശരീരത്തിനെയും വഹിച്ചുകൊണ്ട് പോകുന്നു. അത് ജലത്തിൽ കൂടാണ് അതിന്റെ യാത്ര. ഈ ജീവാത്മാവിന്റെ യാത്ര ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ജലത്തിൽ കൂടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ ഗ്രഹങ്ങളിലൊക്കെ ജലം ഉണ്ടെങ്കിൽ അവിടെ ജീവന്റെ അംശം ഉണ്ടാവും, ജലം ഉള്ളിടത്ത് ജീവന്റെ അംശം ഉണ്ടാവും. കാരണം ജീവാത്മാവിന്റെ മീഡിയം ജലത്തിൽ കൂടാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മരണസമയത്ത് ഒരു കുടത്തിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ ചുറ്റും പോകുന്നത്. ആ ജീവാത്മാവിന്റെ അടുത്ത പ്രയാണം സ്ഥൂല ശരീരം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈർപ്പത്തിൽ കൂടാ, ജലത്തിൽ കൂടാ അതിങ്ങനെ അത് പ്രയാണം പോകും. പല രീതിയിൽ പോകാം. അതാണ് അടുത്ത ജന്മത്തിലോട്ട് പോകുന്നത്. പല അനുഭവങ്ങളിൽ കൂടെ പോകും. അപ്പം എന്തെല്ലാം നമ്മൾ ഈ കർമ്മഫലം അനുസരിച്ചുള്ള രീതിയിൽ യാത്ര തുടരും. എന്നിട്ട് അവസാനം ഏത് ശരീരമാണ് ആ കർമ്മഫലത്തിന്റെ ഇതനുസരിച്ച് മനുഷ്യ ശരീരമാണോ മൃഗമാണോ സസ്യമാണോ ആ രീതിയിലുള്ള ആ സഞ്ചിത കർമ്മമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഏത് സാഹചര്യത്തിൽ ഏത് ശരീരം എടുക്കണം എന്നൊക്കെ ഉള്ളത് സഞ്ചിത കർമ്മമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ സഞ്ചിത കർമ്മം ഒരു ശരീരം വിട്ട് ഞാൻ ജീവാത്മാവ് പോകുമ്പോൾ ഈ കാരണ ശരീരത്തിനെയും സൂക്ഷ്മ ശരീരത്തിനും എടുത്തിട്ട് പോവുക. ആ കൊണ്ടുപോകുന്ന കാരണ ശരീരമാണെന്നുള്ള എന്റെ വാസന, അതിനെ പറയുന്നത് സഞ്ചിത കർമ്മം. അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളല്ലയോ സഞ്ചിത കർമ്മം? അല്ല, നമ്മൾ ഈ ശരീരം വിടുമ്പോഴേ, നമ്മൾ മരണസമയത്ത് നമ്മൾ വിടുമ്പോ നമ്മൾ ഈ ജീവാത്മാവ് കൊണ്ടുപോകുന്ന കർമ്മഫലത്തിനെ പറയുന്നത് സഞ്ചിത കർമ്മം. ആ സഞ്ചിത കർമ്മമാണ് എൻ്റെ അടുത്ത ജന്മത്തിന് കാരണമാകുന്നത്. ആ സഞ്ചിത കർമ്മം അതിൽ നിന്ന് ഒരു പാർട്ട് എൻ്റെ ശരീരമായിട്ട് മാറുന്നു. ബാക്കിയുള്ളത്
ജീവനായിട്ട് വരുമ്പോൾ പ്രാരബ്ധമാകുന്നു. ആ സഞ്ചിത കർമ്മം പ്രാരബ്ധമാകും. ഇപ്പൊ ഞാൻ ഈ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കർമ്മഫലത്തിനെ പറയുന്നത് സഞ്ചിത കർമ്മം എന്നല്ല, പ്രാരബ്ധം, പ്രാരബ്ധ കർമ്മം. അപ്പം സഞ്ചിത കർമ്മമാണ് എൻ്റെ ജന്മത്തിന് കാരണമായത്. അതാണ് കാരണ ശരീരം. സഞ്ചിത കർമ്മം കാരണ ശരീരമായിട്ട് വന്നു. അതിൽ നിന്ന് ഒരു പാർട്ട് എൻ്റെ ശരീരമായി, ബാക്കി പ്രാരബ്ധമായി. അപ്പം ഈ സഞ്ചിതം പ്രാരബ്ധമാകുന്നു. എന്നിട്ട് ഈ സഞ്ചിത കർമ്മം ഞാൻ കർമ്മഫലം അനുഭവിക്കണം ഈ ശരീരത്തിൽ കൂടെ. അത് കർമ്മഫലം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതും ചീത്തയും ഉണ്ട്. എന്നിൽ നിന്ന് ഞാൻ നല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്, ചീത്ത കർമ്മങ്ങളും കഴിഞ്ഞ ജന്മം ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലതിന് നല്ല ഫലവും ചീത്ത കർമ്മങ്ങളിൽ ചീത്ത ഫലവും ഞാൻ അനുഭവിക്കണം. ഏതോ ശരീരത്തിൽ ഇരുന്ന് ഞാൻ ചെയ്തു കൂട്ടിയ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലം ഓരോ സമയം അനുസരിച്ച് അതിൻ്റെ ഓരോ കർമ്മത്തിന് ഓരോ ഫലത്തിനൊരു സമയമുണ്ട്. എല്ലാ വിത്തുകളും ഒരേപോലെ മുളച്ച് അടുത്ത ഫലം തരുമോ? പല വിത്തുകൾക്കും പല കാലയളവാ അതിൻ്റെ നെക്സ്റ്റ് ഫലം വരാൻ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോ കർമ്മത്തിനും ഓരോ ടൈം ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ സമയമാകുമ്പോൾ ആ ഫലം വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് നല്ല കാലം വരും, ചീത്തകാലം വരും. ഇതെല്ലാം നല്ല കാലങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യനുമുണ്ടോ? ഇല്ല. ചീത്ത സമയം ഇതായിട്ട് മാത്രമുള്ളതുണ്ടോ? എല്ലാം കലർന്നതാണ് മനുഷ്യ ജീവിതം. ഈ സഞ്ചിത കർമ്മം നല്ലതും ചെയ്യും. അപ്പം എനിക്ക് ഈ കർമ്മങ്ങളിൽ കൂടെ എനിക്ക് എൻ്റെ ഈ പ്രയാണം എങ്ങോട്ടാ? എനിക്ക് ഞാനെന്ന് പറയുന്നത് ജീവാത്മാവാണ്. ജീവാത്മാവെന്ന് പറയുന്നത് ഈ വാസനയിൽ കൂടെ പോകുന്ന ഒരു എൻറ്റൈറ്റി, അതിന് ശരിക്കുമുള്ള എക്സിസ്റ്റൻസ് ഇല്ല. വാസന തീർന്നാൽ ഞാൻ പിന്നെ ജീവാത്മാവില്ല, പിന്നെ പരമാത്മാവായി. അപ്പൊ ഇതിന്റെ യാത്ര പരമാത്മാവിലോട്ടാണ് പോകേണ്ടത്. അതിന് പ്രയത്നം ആവശ്യമാണ്. ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി, ജീവാത്മാവിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ ജീവാത്മാവ് ഈ അനുഭവങ്ങൾ അനുഭവിക്കുന്നത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരത്തിൽ കൂടെയാണ്. ഈ കാരണ ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണല്ലോ ജീവാത്മാവ്. ഈ അനുഭവങ്ങൾ എതിലെ കൂടെ ഞാൻ അനുഭവിക്കുന്നേ? എൻ്റെ മനസ്സിൽ കൂടെയും എൻ്റെ ശരീരത്തിൽ കൂടെയും. ഈ ജീവാത്മാവ് ഈ പ്രാരബ്ധം എങ്ങനെ അനുഭവിക്കുന്നു? ജീവാത്മാവ്, ഞാനെന്ന ജീവാത്മാവ് എങ്ങനെ അനുഭവിക്കുന്നു? ജീവാത്മാവിന് അനുഭവം വരണം, നല്ല അനുഭവങ്ങളും വരണം, ചീത്ത അനുഭവങ്ങളും വരണം. കാരണം സഞ്ചിത കർമ്മം പ്രാരബ്ധമായി മാറി. ആ കർമ്മഫലം എനിക്ക് അനുഭവിക്കണം. എതിലേക്കൂടെ അനുഭവിക്കും ജീവാത്മാവ്? ഈ സൂക്ഷ്മ ശരീരത്തിൽ കൂടെയും, എന്ന് വെച്ചാൽ മനസ്സിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെ എനിക്ക് അനുഭവങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ എവിടെ നമുക്ക് വരുന്നത്? എൻ്റെ മനസ്സിൽ കൂടെ. എനിക്ക് ദുഃഖം വരുന്നു, എനിക്ക് സുഖം വരുന്നു, പിന്നെ എൻ്റെ ശരീരം ഇതെല്ലാം ഫേസ് ചെയ്യുന്നു. ഈ അനുഭവങ്ങളെ ശരീരം ആദ്യം കിട്ടുന്നത്, പിന്നെ അത് മനസ്സിലോട്ട് പോകുന്നു. അപ്പൊ ഈ ജീവാത്മാവ് ശരീരത്തിൽ കൂടെയും മനസ്സിൽ കൂടെയും നല്ലതും ചീത്തയുമുള്ള അനുഭവങ്ങൾ അനുഭവിക്കുക. അപ്പം ഈ ഞാനെന്ന് പറയുന്നത് ശരീരവുമല്ല മനസ്സുമല്ല. ഞാനെന്ന് പറയുന്ന ഒരു പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ്. ആ അംശം വാസന കാരണം അനുഭവങ്ങൾ അനുഭവിക്കുന്നു. വാസന എന്ന് വെച്ചാൽ ഞാൻ നല്ലതും ചീത്തയുമായുള്ള സംസ്കാരമാണ്, ഓരോരുത്തരുടെ സ്വഭാവമാണ്. അപ്പൊ ഞാൻ ഈ അഴുക്കുകളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ശരീരവും ഇല്ല, മനസ്സും ഇല്ല, പിന്നെ ഞാൻ പരമാത്മ ചൈതന്യമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പ്രയാണം, നമുക്ക് ഈ ജീവാത്മാവിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒരു സ്ഥൂല ശരീരവും ഒരു സൂക്ഷ്മ ശരീരവും. ഈ സൂക്ഷ്മ ശരീരത്തിന് പോകേണ്ടത് പരമാത്മ ചൈതന്യത്തോട്ടും, സ്ഥൂല ശരീരം വന്നത് പഞ്ചഭൂതത്തിൽ നിന്നാണ്, അത് അതിലോട്ടും. അപ്പം ശരീരം പഞ്ചഭൂതത്തിലോട്ട് പൊയ്ക്കോളും, പക്ഷെ മനസ്സ് ഈശ്വരനോട്ട്, ദാറ്റ് ഈസ് പരമാത്മ ചൈതന്യത്തോട്ട് പോകത്തില്ല. കാരണം വാസനകൾ ഇല്ലാതാക്കണം ഞാൻ. ഈ വാസനകൾ എങ്ങനെ എനിക്കുണ്ടായി? കർമ്മത്തിൽ കൂടെ ഉണ്ടായതാ ഈ വാസന. കർമ്മഫലമാണത്. ഈ കർമ്മഫലത്തിനെ ഞാൻ ഇല്ലാതാക്കണം. കർമ്മഫലത്തിനെ ഇല്ലാതാക്കിയാൽ എനിക്ക് പരമാത്മ ചൈതന്യത്തിൽ ലയിക്കാം. ഞാനും, അത് തത്വമസി എന്ന് പറഞ്ഞ അത് ഞാൻ ഈ ഈശ്വരനാകാം. എനിക്ക് എൻ്റെ വാസനകൾ ഇല്ലാതാവണം. ഈ വാസനകൾ ഇല്ലാതാവണമെങ്കിലോ എൻ്റെ അഴുക്കുകളാവുന്ന വാസനകൾ, അത് നല്ലതും ചീത്തയും രണ്ടും അഴുക്കുകളാണ്. ഈ കർമ്മഫലത്തിൽ നിന്നുണ്ടായതിനെ കർമ്മം കൊണ്ട് വേണം ഇല്ലാതാക്കാൻ. അല്ലാതെ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ ഈ കർമ്മഫലത്തിനെ കർമ്മത്തിൽ കൂടെ ഇല്ലാതാക്കണം. അത് എങ്ങനെ അതാണ് കർമ്മത്തിന്റെ വഴിയിൽ ചെയ്താൽ ഞാൻ കൂടുതൽ പിന്നെ അതിനെ കർമ്മഫലങ്ങൾ ആർജിച്ചുകൊണ്ടിരിക്കും. അത് ആഗാമികമാവും.
അപ്പം സഞ്ചിതം പ്രാരബ്ധമായി. പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നു, അതിന് വേറെ ഫലം ഉണ്ടാവും. അപ്പൊ ആ ഫലങ്ങളെല്ലാം ഇങ്ങനെ ഫലത്തിന്റെ രീതിയിൽ അങ്ങനെ ഞാൻ അക്വയർ ചെയ്യുക. അപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവത്തില്ല, അത് ഭാവിയിൽ ഉണ്ടാവും. അതുകൊണ്ട് ആഗാമി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ജന്മം നമ്മൾ ശരീരം വിടുമ്പോഴോ ഈ പ്രാരബ്ധമെല്ലാം അനുഭവിക്കാത്ത ബാലൻസ് ഉള്ള പ്രാരബ്ധവും ഈ ആഗാമികവും എല്ലാം ചേർത്ത് തിരിച്ചും ഈ ശരീരം വിടുമ്പോൾ അതിനെ പറയുന്നത് സഞ്ചിതം എന്നാ. ആ സഞ്ചിത കർമ്മത്തിൽ കൂടെ ഈ ജീവാത്മാവ് ഈ മനസ്സിനെയും കാരണ ശരീരത്തിനെയും സൂക്ഷ്മ ശരീരത്തിനെയും എടുത്തുകൊണ്ട് ഇത് അടുത്തൊരു ശരീരത്തിലോട്ട് പോകും. പിന്നെയും ഈ സഞ്ചിതം പ്രാരബ്ധമാവും. ഇതാണ് പുനരവിജനനം. ഇങ്ങനെ ആ സർക്കിളിൽ കിടന്ന് കറങ്ങും നമ്മൾ. അതേസമയം നമുക്ക് ഈ മനുഷ്യന്മത്തിൽ കൂടെ മാത്രമേ എനിക്ക് ഈ പ്രയത്നം ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രയത്നം വെച്ചാലും മനസ്സിന്റെ പ്രയത്നം, മനസ്സിന്റെ ഉള്ള ഈ അഴുക്ക് മാലിന്യങ്ങളെ അകറ്റണം. എൻ്റെ വാസനയെ നമ്മൾ കർമ്മത്തിന്റെ രീതി ചെയ്യുക. കർമ്മയോഗത്തിന്റെ വഴി സമർപ്പണ ബുദ്ധിയാ. അപ്പം ഞാൻ ശരീരമാണ്, ഞാൻ ബുദ്ധിയാണ്, എൻ്റെ മിടുക്കാണ്, ആ തോന്നലിൽ പോകാതെ, ആ വിചാരത്തിൽ പോകാതെ ഞാൻ പരമാത്മയുടെ അംശമാണ്, എൻ്റെ വാസന കാരണമാണ് എനിക്കിതൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഈ ഈശ്വര ചൈതന്യം എന്നിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ജീവാത്മാവായിട്ടിരിക്കുന്നത്, പ്രവർത്തിക്കാൻ പറ്റുന്നത്, ഈ അനുഭവിക്കാൻ പറ്റുന്നത്, നല്ലതും ചീത്തയും. അപ്പം ഞാനല്ല, ഞാനെന്ന ഭാവം അല്ല അവിടെ. ഞാൻ ഈശ്വരനാണുള്ള ഭാവം. നമ്മൾ അതുകൊണ്ട് സമർപ്പണം. അപ്പം ആ ഈശ്വരനുള്ള ഭാവം വരണമെന്നുണ്ടെങ്കിലോ അത് ധാർമ്മിക വേയിൽ വരും. ആ ധർമ്മത്തിൽ നമ്മൾ കർമ്മം ചെയ്യാൻ പഠിക്കണം. ധർമ്മത്തിൽ കർമ്മം ചെയ്യുന്നതിനെ കർമ്മയോഗം എന്ന് പറയുന്നു. ഈ കർമ്മം തന്നെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ചെയ്താലോ അതൊക്കെ വെറും കർമ്മമാവും. ഇപ്പൊ കർമ്മം എന്നെ അടുത്ത ജന്മത്തിലോട്ട് നയിക്കും. കർമ്മയോഗത്തിൽ നമ്മൾ ഈ ഓരോ അനുഭവങ്ങൾ അനുഷ്ഠിച്ചാൽ നമുക്ക് ഈശ്വരനിലോട്ടും പോകാം. നമ്മുടെ ഫ്രീഡം നമ്മുടെയാണ്, നമ്മൾ ചൂസ് ചെയ്യണം. നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്നു. ഈ മനുഷ്യന്മത്തിൽ മാത്രമേ അതിനൊക്കത്തുള്ളൂ. ഈ ജീവാത്മാവിന് വേറെ ഏത് ശരീരത്തിൽ നിന്നാലും ഈ ഒരു ഫ്രീഡം ഇല്ല. ഇപ്പൊ നമുക്കെല്ലാം ഫ്രീഡം ഉണ്ട്, പക്ഷേ നമ്മൾ ഈ ഫ്രീഡത്തിനെ, ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ വാസനയുടെ അടിമയാ. നമ്മളെല്ലാവരും നമ്മുടെ ഒരു അടിമ ജീവിതമാണ്. നമ്മൾ വിചാരിക്കുന്നതുവാ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ, ഞാൻ എൻ്റെ വിചാരിക്കുന്ന പോലെ ഞാൻ ജീവിക്കുന്നു, അത് ഫ്രീഡം ആണെന്നാ നമ്മൾ തെറ്റിദ്ധരിക്കുന്നേ. ഞാൻ എൻ്റെ വാസനയുടെ അടിമയാ, എനിക്ക് ഇങ്ങനെ ഒക്കത്തുള്ളൂ, അങ്ങനെ ഒക്കത്തില്ല. അപ്പൊ നമ്മളിതിനെ മൈൻഡിനെ ബാലൻസ് ചെയ്യണം. ഇങ്ങനെ വന്നാലും അങ്ങനെ വന്നാലും എനിക്ക് ഒരേപോലെ, അതാ സമചിത്തത. അപ്പൊ നമ്മൾ നമ്മുടെ വാസനയുടെ അടിമയാകാതെ വാസനയുടെ ഉടമയായിട്ട് മാറണം. ഞാൻ എൻ്റെ വാസനയുടെ അടിമയാകരുത്. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വാസനയുടെ സ്ലേവ്സാണ്, നമ്മൾ അടിമകളാണ്. ആരുടെ? നമ്മുടെ തന്നെ വാസനയുടെ. അത് അഴുക്കാം. നമ്മൾ ഈ അഴുക്കിൽ നിന്ന് മാറാൻ നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വാസനയ്ക്ക് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സംസ്കാരം വളരെ ഉയർന്ന സംസ്കാരമാണ്, ഇതൊക്കെ ഇത് നമ്മുടെ തോന്നലാ, ഈ ഒരു ഇല്യൂഷനായത്, ഒരു മായയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ ബുദ്ധി, എൻ്റെ പ്രയത്നം, എൻ്റെ കഴിവ്, ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കാത്തോണ്ടുള്ള വിചാരങ്ങളാ. ഞാൻ ഈ പരമാത്മ ചൈതന്യത്തിന്റെ അംശത്തിലാണ് ഞാൻ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ള നിരന്തര ചിന്തനം. നമ്മളിപ്പോ ഒരു കർമ്മം ചെയ്യുന്ന എങ്ങനെയാ? ആ കർമ്മം ചെയ്തിരിക്കുമ്പോൾ കർമ്മം ചെയ്യുകയും ചെയ്യും, ചിന്തകൾ ഇങ്ങനെ വരും പലതിനെ കുറിച്ചും. ആ ചിന്തകൾ എന്തിൻ്റെയാ? ഒന്നീ പാസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച്. നമ്മൾ ജോലി ചെയ്യുകയും ചെയ്യും, ഇങ്ങനെ ആലോചനയും നടക്കും പാരലായിട്ട്. അതിനു പകരം ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഈ മനസ്സ് പാസ്റ്റിലും ഫ്യൂച്ചറിലും പോകുന്നതിന് പകരം ഞാൻ ഈശ്വരന്റെ സാന്നിധ്യത്തിൽ, ഈശ്വരനിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്, ഞാനല്ല. ആ ശക്തിയുടെ പുറത്താണ് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള നിരന്തര ചിന്തനത്തില് മനസ്സിനെ ഇതിലോട്ട് കൊണ്ടുവരണം. പാസ്റ്റിലും ഫ്യൂച്ചറിലും പോകുന്ന മനസ്സിനെ ഈ ഈശ്വര ചിന്തയിലോട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ ചെയ്യണം, കർമ്മം ചെയ്യണം. അതിനെ കർമ്മയോഗം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ബി ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, എത്രയോ ഇതിൽ പറയുന്നത് ബി ഇൻ ദ പ്രസന്റ്. എന്തോ ഈ ബി ഇൻ ദ പ്രസന്റ്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ മനസ്സ് പാസ്റ്റിലോട്ടും പോവും. പാസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ദുഃഖമാ. അയ്യോ, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്നത് ദുഃഖമാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കുമ്പോൾ ആങ്സൈറ്റിയാ, ഉത്കണ്ഠയാ. അയ്യോ, ഇനി നാളെ എന്ത് നടക്കും, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന എനിക്ക്. ഈ ഭയത്തിലും ദുഃഖത്തിലുമാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ബി ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റാ.
പ്രസന്റിൽ വെച്ചാൽ ഈ ചൈതന്യത്തിലാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ദുഃഖചിന്തയില്ല, ഭയചിന്തകളുമില്ല. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് ഭഗവത്ഗീത പറയുന്നു. അപ്പം എപ്പോഴും ഇത് ഭഗവത്ഗീത പഠിക്കുമ്പോഴെന്തുവാ, ഈ ബേസിക് ഞാൻ ഇതൊക്കെ നമ്മളിൽ ഉള്ളിൽ അറിയണം. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമല്ലത്. എന്നില്ലത് ഉറയ്ക്കണം. നിരന്തരം ചിന്തിക്കാതെ അത് ഉറയ്ക്കത്തില്ല. നമുക്ക് ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ ഇത്? ഇപ്പൊ ഒരുമാതിരി ഐഡിയ കിട്ടിയില്ലയോ? കിട്ടി കിട്ടി. അതെ. ചന്ദ്രനിലേക്ക് കുഴപ്പമില്ല, കുറച്ച് ഐഡിയ ആയി. ഞാനൊരു ബുക്ക് അയച്ചു തരാം. ഓക്കെ. ചെറിയൊരു ബുക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ. ഇത് ഈ ആർക്കാ ഇന്ന് ആർക്ക് വായിക്കാം ഈ 52ാമത്തെ? ചന്ദ്രനിലേക്ക് വായിക്കാവോ? വായിക്കാം. ആ 52 അല്ലേ? അതെ. 52. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യുതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ബുദ്ധിയിലെ മോഹകാലുഷ്യം നീങ്ങുമ്പോഴാണ് ശരിയായ വൈരാഗ്യം കൈവരുക. എന്തിന്റെ നേരെ വൈരാഗ്യം എന്ന് കാണിക്കാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ സൂചിതാർത്ഥം ഗ്രഹിക്കേണ്ടതാണ്. ശ്രോതവ്യം കേൾക്കാനിരിക്കുന്നത്, കേട്ടിട്ടില്ലാത്തത് എന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് അനുഭവിക്കാനിരിക്കുന്ന സകല വിഷയങ്ങളെയും സൂചിപ്പിക്കുന്നു. ശ്രുതം കേട്ട് കഴിഞ്ഞത് എന്നതുകൊണ്ട് ഇന്നോളം അനുഭവിച്ചു കഴിഞ്ഞ വിഷയങ്ങളെയും സൂചിപ്പിക്കുന്നു. അവ രണ്ടിന്റെ നേരെയും ഉദാസീന ഭാവം കൈവരും. എപ്പോൾ? ബുദ്ധിഭ്രാന്തി ദോഷത്തെ അതിക്രമിക്കുമ്പോൾ. ശുദ്ധജ്ഞാന സ്വരൂപിയായ ആത്മാവ് എന്തോ ഒരു വ്യാമോഹത്താൽ കുടുങ്ങിയ പോലെയാണ് വ്യവഹരിക്കുന്നത്. ആത്മാവിന്റെ തന്നെ അനിർവചനീയ ശക്തിയായ മായയുടെ പണിയായത്. കാരണമായ മായ അവ്യക്തമാണ്, അതിനെ കാണാൻ പറ്റില്ല. അതിന്റെ കാര്യമായ ഭ്രാന്തി നമ്മിലൂടെ പ്രകടമാകുന്നു. നമ്മുടെ ഉള്ളിൽ 2 തലങ്ങളിലായി 2 വിധത്തിൽ മായയുടെ പ്രവർത്തനം നടക്കുന്നുവെന്ന് സൂക്ഷ്മ നിരീക്ഷണപടുക്കളായ വേദാന്ത ആചാര്യന്മാർ കണ്ടുപിടിച്ചു. ശുദ്ധ ചൈതന്യമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപമെങ്കിലും അതറിയാൻ പറ്റാത്ത വിധത്തിൽ ബുദ്ധിയിൽ ഒരു മറയായി വർത്തിക്കുന്ന മായാശക്തി വിശേഷത്തെ ആവരണമെന്ന് പറയും. ബുദ്ധിക്ക് ആത്മതത്വം അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അനാത്മ വസ്തുക്കളെ ആത്മാവെന്ന് കരുതി മനസ്സ് ഭ്രമിക്കുന്നു. മായയുടെ ഈ ശക്തിവിശേഷത്തെ വിക്ഷേപമെന്നും പറയും. കർമ്മയോഗ അനുഷ്ഠാനം വഴി അന്ധകരണം ശുദ്ധമാകുമ്പോൾ പരമാത്മാവിന്റെ സാന്നിധ്യം അറിയാനുള്ള കഴിവ് ബുദ്ധിക്ക് കിട്ടുന്നു. വ്യാമോഹത്തിന്റെ ബാധയിൽ നിന്ന് മുക്തമായ ബുദ്ധി അനാത്മ വസ്തുക്കളുടെ വശ്യമോഹന വലയിൽ ഇനി വീഴില്ല. എന്നാൽ ആത്മാനന്ദം ഉള്ളിൽ കണ്ടെത്തുന്നവരെയും ബുദ്ധി വിഷയാനന്ദം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മേഘത്തിന്റെ മറവിൽ നിന്നും സൂര്യൻ വെളിയിലായാൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നവർ വെയിൽ കായാനെത്തുകയായി. തീ കായുമ്പോൾ പുകയുടെ ശല്യം ഉണ്ടാകും. അത്തരം ശല്യമില്ലാത്തതും കൂടുതൽ സുഖപ്രദവുമാണ് വെയിൽ കായൽ. ബുദ്ധിയിലെ അജ്ഞാനമറ നേർത്തു വരുന്നതോടെ ആത്മാനന്ദം കൂടുതൽ അനുഭവപ്പെടുന്നത് വിഷയസുഖങ്ങളിൽ രസം തോന്നാതാവും. അനുഭവിച്ചു കഴിഞ്ഞ വിഷയസുഖങ്ങൾ ഓർത്തുകൊണ്ടോ അനുഭവിച്ചിട്ടില്ലാത്തവ കൊതിച്ചുകൊണ്ടോ വിലയേറിയ വർത്തമാനകാലം ഒരു കർമ്മയോഗി പാഴാക്കില്ല. ഇതിനകത്തില് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് തന്നെ. ശ്രോതവ്യവും ശ്രുതവും. ശ്രോതവ്യം വെച്ചാല് ഇനി കേൾക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തത് എന്ന് വെച്ചാൽ ഇനി എനിക്ക് വരുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള, എല്ലാ വിഷയങ്ങളും വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള. ശ്രുതം കേട്ട് കഴിഞ്ഞത് എന്നതുകൊണ്ട് ഇന്നോളം അനുഭവിച്ച വിഷയങ്ങളെയും, അപ്പം പാസ്റ്റും ഫ്യൂച്ചറുമാണ്. കൃഷ്ണൻ പറയുകയാണ്, നമ്മൾ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും വിടണം. അതാ ഇത് കണ്ടോ, ബുദ്ധിയിലെ മോഹ കാലുഷ്യം നീങ്ങുമ്പോഴാണ് ശരിയായ വൈരാഗ്യം കൈവരിക. ശരിയായ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? വിരക്തി. ഡിസ്പാഷൻ, വിരക്തി. നമ്മുടെ യൂഷ്വലായിട്ട് നമ്മൾ ഈ വൈരാഗ്യം ഉപയോഗിക്കുന്നതിന് ഭയങ്കര വൈരാഗ്യത്തിൽ അവർ തമ്മിൽ ഭയങ്കര, നമ്മൾ ദേഷ്യം, കടുത്ത വിദ്വേഷം എന്നുള്ള രീതിയിലാണ് പക്ഷെ വൈരാഗ്യം എന്ന് വെച്ചാൽ ഡിസ്പാഷൻ, അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥ, വിരക്തി.
സോ ബുദ്ധിയിലെ മോഹ കാലുഷ്യം എന്ന് വെച്ചാൽ എന്തുവാ? മോഹം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തോ ഈ മോഹത്തിന്റെ അർത്ഥം മോഹക്ഷയം. എന്തോ? അത് തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണ. ബുദ്ധിയിലെ മോഹ കാലുഷ്യം, തെറ്റിദ്ധാരണയാവുന്ന കാലുഷ്യം, അഴുക്ക്. എന്തോ ഈ തെറ്റിദ്ധാരണ? ഞാൻ ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണ. ഞാൻ ഈശ്വരനാണെന്നുള്ളതാണ് ശരിക്കുള്ള സത്യം. പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുക. അതെന്റെ അഴുക്ക. എന്തുകൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിക്കുന്നത്? എന്റെ വാസന കാരണം. ഈ മറ്റേനെ മറക്കുക, ആത്മചൈതന്യത്തിനെ മറക്കുക. ആരാ മറക്കുന്നേ? എന്റെ വാസന. അപ്പം ബുദ്ധിയിലെ മോഹ കാലുഷ്യം, തെറ്റിദ്ധാരണയാവുന്ന അഴുക്ക്, കാലുഷ്യം നീങ്ങുമ്പോഴാണ് ശരിയായ വൈരാഗ്യം. നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമ്മളിപ്പോ എല്ലാം അറ്റാച്ച്ഡാ. എന്റെ ഇഷ്ടത്തിലോട്ട് ഞാൻ അറ്റാച്ച്ഡാ. നമ്മുടെ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളോട് ഞാൻ അറ്റാച്ച്ഡാ. നമ്മൾ വിചാരിക്കും അതിനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നു സ്നേഹമാണെന്ന്. സ്നേഹമല്ല. സ്നേഹം നമ്മൾ ഈ കാണുന്നതല്ല സ്നേഹം. സ്നേഹം എന്ന് വെച്ചാൽ അൺകണ്ടീഷണലാ. അതൊരു കണ്ടീഷനേ അല്ല. ഇപ്പൊ നമ്മുടെ എല്ലാം കണ്ടീഷനാ. എൻ്റെ മോൻ, എൻ്റെ മോള്, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്, എൻ്റെ വസ്തു, എൻ്റെ ആ സ്വാർത്ഥതയിലായിരിക്കുന്നത്. ഈ സ്നേഹത്തിന് സ്വാർത്ഥതയില്ല. അതാ ഈ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിനെയൊക്കെ ഞാൻ സ്നേഹമായിട്ട് കരുതുകയാണ്. അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ സ്നേഹം. ഇപ്പം അറ്റാച്ച്മെന്റിനാണ് എന്നെ സ്നേഹമായിട്ട് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞാലോ നമ്മൾ എല്ലാത്തിൽ നിന്നും മനസ്സ് വിടും. നമ്മൾ വ്യാവഹാരികമായിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ടാവും. പക്ഷെ ആരുമായിട്ടും ഉള്ളിൽ ഒട്ടലുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും എല്ലാം ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഡിസ്പാഷനേറ്റ് ആയിട്ട് ചെയ്യും. അതാ ശരിയായ വൈരാഗ്യം കൈവരിക. എന്തിന്റെ നേരെ വൈരാഗ്യം എന്ന് കാണിക്കാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ സൂചിതാർത്ഥം ഗ്രഹിക്കേണ്ടതാണ്. ഇതുവരെ എനിക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നതിനോട് എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്. നമ്മുടെ ഇപ്പോഴത്തെ അറ്റാച്ച്മെന്റ് എങ്ങനെയാ? ഞാനൊരു ജോലി ചെയ്യുക, എൻ്റെ അറ്റാച്ച്മെന്റ് കൊണ്ട് അയ്യോ ഇന്നലെ വരെ ഞാൻ എന്തെല്ലാം അനുഭവിച്ചു, ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ഗതി വന്നല്ലോ, എൻ്റെ എല്ലാവർക്കും. നമ്മുടെ പാസ്റ്റിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുക. ഞാൻ അതിലോട്ട് അറ്റാച്ച്ഡാ. നടന്നു കഴിഞ്ഞു, പോയി, മരിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക. എൻ്റെ പല അനുഭവങ്ങളും പോയി കഴിഞ്ഞു. പക്ഷെ നടന്നതിനെ കുറിച്ച് ഞാൻ എന്തോ പ്രയോജനമാണ്. നമ്മളൊക്കെ എല്ലാവരും നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യം ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് ഇനി എന്തെല്ലാം സംഭവിക്കുമോ അതിനെക്കുറിച്ചുള്ള ഭയം. എൻ്റെ ചിന്ത അങ്ങോട്ടാ, ഫ്യൂച്ചറിലോട്ട് അറ്റാച്ച് ചെയ്യുക. പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും എൻ്റെ മനസ്സ് അറ്റാച്ച്ഡാ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിലോ ഞാൻ എൻ്റെ വർക്കിലോട്ട് വരും, എൻ്റെ ഈ പ്രസന്റിലോട്ട് വരും. അപ്പൊ ഇത് രണ്ടും നമ്മൾ വിടണം. ഇനിയും അനുഭവിച്ച് കഴിഞ്ഞതിനെയും വിടണം, ഇനി അനുഭവിക്കാൻ പോകുന്നതിനെയും. നമ്മൾ ഈ രണ്ടും വിടണം. ഇതിൽ രണ്ടും ഫ്രീഡം ആവണം. അതാണ് ശരിക്കുള്ള ഫ്രീഡം. നമ്മൾ ഇതിൻ്റെയൊക്കെ ഇപ്പം ഇതിൻ്റെയൊക്കെ അടിമയാണ് നമ്മൾ. അപ്പോ അവ രണ്ടിൻ്റെയും നേരെ ഉദാസീന ഭാവം കൈവരും. നമ്മൾ ഇതിനെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രസന്റില്ല. ഇതിലാണ് എനിക്ക് താല്പര്യം. ഞാൻ ഉദാസീന ഭാവം ചില എനിക്കതിൽ താല്പര്യമില്ല. അപ്പോൾ ഇപ്പൊ എപ്പോഴാണ് ഈ ഉദാസീന ഭാവം കൈവരുന്നത്? ബുദ്ധി ഭ്രാന്തി ദോഷത്തെ അതിക്രമിക്കും. എന്തുവാ ബുദ്ധിഭ്രാന്തി? ബുദ്ധിക്ക് ഭ്രാന്ത എന്തുവാ? ആ ദോഷത്തെ വിടും. ബുദ്ധിക്ക് നമ്മൾ ഒരു ഭ്രമത്തില്ല. ബുദ്ധിയുടെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭ്രമം. ഞാനൊരു ഇല്യൂഷനില്ല. എന്തോ ഇല്യൂഷൻ? ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, എൻ്റെ അഹം ബുദ്ധി. ഈ ബുദ്ധിയിലിരിക്കുക ഞാൻ. ഞാനൊരു ഇല്യൂഷനില്ല. ശരിക്കും എന്തുവാ? ഞാൻ പരമാത്മ ചൈതന്യമാണ്. അതാ പറഞ്ഞ മായയാണ്. ഇതുണ്ട്. കാരണം മായ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കേട്ടിട്ടുണ്ടോ? മായയുടെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. മായ എന്ന് വെച്ചാൽ നമ്മൾ എന്തോ മനസ്സിലാക്കിയിരിക്കുന്നേ? മായ അതിന്റെ അർത്ഥം വെച്ചാല് ശരിക്കും ഉള്ളതിനെ മറച്ചു പിടിക്കുന്നു. ഉള്ളതിനെ, സത്യമായിട്ടുള്ളതിനെ മറച്ചിരിക്കുന്നു. എന്നിട്ട് ഏതാണെന്നുള്ളത് വേറെ അതാണ് നീ ഇന്ന് ചൂണ്ടിക്കാണിക്കുക. ഞാൻ ഈശ്വരനാണെന്നുള്ള, ഞാൻ പരമാത്മാവിന്റെ അംശമാണെന്നുള്ള സത്തിനെ മറയ്ക്കുന്നു. എന്നിട്ട് കാണിച്ചു തരുക നീ ശരീരമാണ് എന്ന് എന്നെ കാണിച്ചു തരിക. എന്നെ തെറ്റിദ്ധരിപ്പിക്കുക.
ഇതിനെ പറയുന്ന മായ. അപ്പം ഈ പരമാത്മചൈതന്യെ ആവരണം ചെയ്യുന്നു, കവർ ചെയ്തുകൊണ്ട്, കാണിക്കാതെ. എന്നിട്ട് പറയുന്നുണ്ട് ആ ശരീരമാ നീ എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പം ഒന്ന് ആവരണം, ഒന്ന് വിക്ഷേപം, അങ്ങോട്ട് എന്നെ പ്രൊജക്റ്റ് ചെയ്യും. അതുകൊണ്ട് ശരീരമാണ് നീ, നിന്റെ ബുദ്ധിയാണ് നീ. ഇതിനെ പറയുന്ന മായ. ആവരണ വിക്ഷേപം. ആവരണവും ചെയ്യുന്നു, വിക്ഷേപിക്കും. ഇത് വിക്ഷേപം വെച്ചാല് വേറൊന്നിനോട് ചൂണ്ടിക്കാണിക്കുന്നു. അതില്ലാത്തതാ, ഞാൻ അതല്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. നമ്മൾ ചിലരെ വഴി ചോദിക്കത്തില്ലേ, എങ്ങോട്ടാ, എനിക്ക് തിരുവനന്തപുരത്തിനോട് തെക്കോട്ടെ, അങ്ങോട്ട്. അതെന്റെ നേരെ ഓപ്പോസിറ്റ് വഴി പറഞ്ഞു തരും. പറഞ്ഞു തരേണ്ട വഴി അങ്ങോട്ടാ, നേരെ ഓപ്പോസിറ്റ് വഴി പറഞ്ഞു തരും. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക ഒരാള്, ഇല്ലേ എന്ന് പറയുന്ന പോലെ എൻ്റെ ഈ വാസന ആരാ തെറ്റിദ്ധരിപ്പിക്കുന്നേ? എൻ്റെ വാസന ഇതാ മറയ്ക്കുന്നത്. എൻ്റെ വാസന പരമാത്മചൈതന്യെ എൻ്റെ കട്ടിയായിട്ട് എത്ര സ്ട്രോങ് വാസനയുള്ളു. എനിക്ക് ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ, ചിലർക്ക് അവരുടെ ഇഷ്ടത്തിൽ നിന്ന് മാറാൻ പറ്റത്തേ ഇല്ല. അയ്യോ എനിക്കിത് വേണ്ട, ഇനി ഇല്ലാതെ ഒക്കത്തില്ല, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വാസനയിലങ്ങ് കട്ടി പിടിച്ചിരിക്കുന്ന വാസനയാണ് അവർക്ക്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചിലർക്കോ അയ്യോ ഇല്ലാതെ എനിക്ക് ഒക്കത്തില്ല. ഇത് അവരവരുടെ വാസനയുടെ കട്ടിയാ കാണിക്കുന്നത്. എനിക്ക് എങ്ങനെ ഏതായാലും എനിക്ക് കുഴപ്പമില്ല. ചിലർ പറയും അവർക്ക് വാസനയുള്ളത് അത്ര കട്ടിയുള്ളതല്ല. ഈ വാസനയാണ് എന്നെ പരമാത്മചൈതന്യത്തിൽ മറയ്ക്കുന്നത്. എന്നിട്ടോ എൻ്റെ അഹങ്കാര ബുദ്ധി, അഹംഭാവം, ഞാൻ ബുദ്ധിയാണ്, ഈഗോ നമ്മളെ വഴിതെറ്റിക്കുക, അത് വിക്ഷേപം. സോ ഇതിനെ പറയും, ഈ പ്രോസസ്സിനെ പറയുന്നത് നമ്മൾ മായയിലാണ്. മായ എന്ന് വെച്ചാൽ അജ്ഞാനം, അവിദ്യ, കർമ്മഫലം. ഇത് ഏതാ മറയ്ക്കുന്നത്? എൻ്റെ വാസന. അപ്പൊ അതിനെ കർമ്മഫലമാണ്, വാസനയാണ്, അവിദ്യയാണ്, അജ്ഞാനമാണ്. ഇതാണ് ഇതിനെ പറയുന്ന മായ. അജ്ഞാനം, മായ, അവിദ്യ, കർമ്മഫലം, വാസന, ഇതിനൊക്കെ ഇതെല്ലാം ഇത് തന്നെയാണ്. ഈ മായയുടെ ഒരു പല പല പര്യായങ്ങളാണ്. മായ തന്നെയാണ് അവിദ്യ, അജ്ഞാനം, വാസന, കർമ്മഫലം. ഇതാണ് എന്നെ ഈശ്വരനിലോട്ട് മറയ്ക്കുന്നത്. ഇതിന്റെ കട്ടി കുറച്ചു കൊണ്ടുവരണം. എൻ്റെ വാസന മാലിന്യം, ആ വാസനാ മാലിന്യത്തിന്റെ ഇത് നേർത്ത് നമുക്ക് പ്രയത്നം ചെയ്താലേ ഒക്കത്തുള്ളൂ. നമ്മൾ ശരീരം കൊണ്ട് പ്രയത്നം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. മനസ്സുകൊണ്ട് ഞാൻ ഈശ്വരൻ, നിരന്തര ചിന്തനം. അതുകൊണ്ട് നമ്മളിന്നും കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഇതിനെ ചിന്തിച്ച് ഉറപ്പിക്കണം മനസ്സിൽ. നിങ്ങൾക്ക് ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാ മനസ്സിൽ നിന്ന് അത് മറന്നു പോന്നേ. നിരന്തര ചിന്തനമില്ല. ഈ നിരന്തര ചിന്തന ഈ മനസ്സിലോട്ടൊന്ന് ഉറച്ചെന്ന് വെച്ചു, ജീവിതം പരമാനന്ദമാ. നമുക്കറിയാം, യാതൊരു സംശയമില്ല. നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഈ മനസ്സ് ഉറയ്ക്കും തോറും നിങ്ങൾക്ക് ശാന്തി, മനസ്സിന്റെ ശാന്തി കൂടി വരും. ഒരു പരമാർത്ഥ സത്യമായി ഇത്. നമുക്ക് തോന്നും ഈ ജീവിതം എന്തെല്ലാം ദുരിതമായ പ്രശ്നം. നമ്മൾ ഗീത പഠിച്ച് ഈ സത്യങ്ങളെ ഉൾക്കൊണ്ട് ഇതിൽ നിരന്തരം ചിന്തിക്കാതെ മനസ്സിൽ ഉറക്കത്തില്ല. ഉറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നത്തിന് കാരണം എൻ്റെ സാഹചര്യമാണ്, മറ്റുള്ളവരാണ്, എനിക്ക് ഈ അനുഭവം വരുന്നുണ്ടാണ്, ഇതൊക്കെയാണ് എൻ്റെ സ്വസ്ഥതയ്ക്ക് കുറവെന്ന. എൻ്റെ മനസ്സ് തന്നെയാണ് എൻ്റെ ശത്രു. ഇത് നേരത്തെ നമ്മളൊരു സ്ലോലി പഠിച്ചു തോന്നുന്നു. എൻ്റെ മനസ്സ് തന്നെയാണ് എൻ്റെ ശത്രു. നമ്മൾ വിചാരിക്കുന്ന മറ്റുള്ളവരാ ശത്രുക്കളെന്നാ. നമ്മുടെ കർമ്മഫലം കൊണ്ടുവരുന്നവരാണ് അവര്, അല്ലാതെ അവരുടെ ശത്രുവല്ലേ. എന്തെങ്കിലും പറഞ്ഞോ? നമ്മൾ വെളിയിൽ കാണുക, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വെളിയിൽ കാണുന്നു. ഇതെല്ലാം എൻ്റെ മനസ്സിന്റെ പ്രശ്നങ്ങളാ. എനിക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമില്ലായ്മ ഞാൻ വേറൊരാളിൽ ആരോപിക്കുവാണ്. എനിക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ അയാളിൽ ഞാൻ കണ്ടെത്തുകയാണ്. അവരുടെ കുഴപ്പമല്ല. എനിക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അതേ ആളെ വേറൊരാൾക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പം ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നതും അയാളെ വേറെ ആൾ ഇഷ്ടപ്പെടാത്തതും അങ്ങയുടെ കുഴപ്പം കൊണ്ടാണോ? ഇതുപോലെ ഓരോരുത്തരും നമുക്ക് ശത്രുക്കളും മിത്രങ്ങളുമാ. ഈ ശത്രുവും മിത്രവും മറ്റവരല്ല, എൻ്റെ തന്നെ മനസ്സാ. നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് ഒരു കാര്യം അറിയാമല്ലോ. ഈ സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് നമുക്ക് ഒരിക്കലും സ്വസ്ഥത നേടാൻ പറ്റത്തില്ല. ഈ കടലിലെ കുളി ഒരു രസകരമാണെങ്കിലോ കടൽ ശാന്തമായി വരുമോ? ഇല്ല. അതിന് പ്രാക്ടീസ് വേണം. എത്രയോ കുട്ടികൾ കടലിൽ കിടന്ന് കെട്ടിമറിഞ്ഞ് കളിക്കുന്നു, ഒരു ആപത്തും വരാതെ.
കൊച്ചുകുട്ടികൾ അവിടെ അവർക്ക് നിത്യതൊഴിൽ അതുമായിട്ടുള്ള പ്രാക്ടീസും ഉണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ മനസ്സിനെ അവിടെ ഉറപ്പിക്കണം. ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്നും അല്ലാതായിട്ട് മാറും. പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അതിന് നമ്മൾ കാണുന്ന വിധം മാറും. ഇപ്പോഴെന്തെങ്കിലും ഉണ്ടായാലോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ദുരിതമാണ്. ഇതിനെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെ ഈ സമയത്തല്ലാതെ നിരന്തരം ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ, ഈ ക്ലാസ് നമ്മൾ പിന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും മറ്റുള്ളവരെ കുറിച്ചും അതും ഇതും നമ്മൾ പിന്നെ മനസ്സ് അതിലോട്ടായി കഴിഞ്ഞു, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഈ നിരന്തര ചിന്തന നമ്മൾ എത്ര ശ്ലോകം പഠിച്ചാലും നമ്മൾ നമ്മൾ പഠിച്ച സത്യങ്ങളെ ഈ സത്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്നത് മാറും. നമ്മുടെ അഹന്താമമതയിൽ കർമ്മം ചെയ്യത്തില്ല. ആ സ്വാർത്ഥത കുറഞ്ഞു വരും. നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നം? നമ്മളെല്ലാവരും സ്വാർത്ഥരാ. നമ്മൾ പറയും പക്ഷേ എനിക്ക് സ്വാർത്ഥതയില്ലെന്ന് പറയും. നമ്മൾ ശരിക്കും സ്വാർത്ഥരാ എല്ലാവരും. ഈ സ്വാർത്ഥത കുറയണമെന്നുണ്ടെങ്കിലോ എനിക്ക് ഈ സത്യങ്ങളെ ഞാൻ ഉറയ്ക്കണം. ആ സ്വാർത്ഥത തന്നെ നേർത്തു വരും. അപ്പോഴാണ് എൻ്റെ മനസ്സിന് സുഖം അനുഭവിക്കുന്നത്. ആ ശാന്തിയുടെ സുഖം നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. നമ്മൾ തന്നെ ഇതെല്ലാവരും ഗീത പഠിച്ച് വേറൊരാളെ അസസ് ചെയ്യാനല്ല, ഗീത പഠിച്ചിട്ട് നമ്മൾ തന്നെ നമ്മളെ അസസ് ചെയ്യണം. ആ മാറ്റങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുവരണം. വേറൊരാൾക്ക് പറഞ്ഞു മാറ്റിക്കാൻ ഒക്കത്തില്ല. ഈ സത്യങ്ങളെ നിങ്ങൾ മനനം ചെയ്ത് നിങ്ങൾക്ക് കൂടെ ബോധ്യപ്പെടണം, ഇത് പറയുന്നത് ശരിയാണ്. അങ്ങനെ ബോധ്യം വരുമ്പോൾ നമ്മൾ ചേഞ്ചസ് ഉണ്ടാവും. അതൊരു പരമാർത്ഥം. അതുകൊണ്ടല്ലേ എത്രയോ ഇപ്പൊ നമുക്ക് അറിയുന്നില്ല ഇതിന്റെ ഇമ്പോർട്ടൻസ്. എത്രയോ ഫോറിനേഴ്സാണ് ഇതിന്റെ പുറകെ പോകുന്നത്. ഈ ഗീതയുടെ ഇന്റർനാഷണൽ ലെവലിലെ ഒരു ഗീത ഒരു ഇമ്പോർട്ടൻറ്റ് ഏത് കൺട്രി പോയാലാട്ടെ. ഇപ്പൊ തന്നെ ഞാൻ മകന്റെ ഒരു ഇത് പറഞ്ഞു, ആസ്ട്രേലിയയിൽ ഒരു ഫോറിനർ ഈ ജാർഖണ്ഡിൽ വന്ന് 41 പേരെ രക്ഷപ്പെടുത്തി ഒരു മൈനില് അകപ്പെട്ടു പോയി. അവർ 41 പേരും. ഒരു അർണോൾഡ് ഡിക്സ് എന്ന് പറഞ്ഞ ഒരാള്, അയാൾ പറയുന്നതെല്ലാം ഭഗവത്ഗീതയുടെ തത്വങ്ങളാ. നമുക്ക് അതിശയം തോന്നും. നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. അവരൊക്കെ ഇതാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിൾസ് കൂടെ ജീവിച്ചാൽ, അല്ലെങ്കിലോ ഞാൻ എൻ്റെ ഈ അഹന്താമമതയിൽ ജീവിച്ചാൽ എനിക്ക് ദുരിതം കൂടും, ഞാൻ ജന്മങ്ങളെ കൂട്ടും. അതേസമയത്ത് നമ്മൾ ഇതിനെ മനസ്സിലാക്കി നമുക്ക് ജീവിതത്തിൽ നമുക്ക് തന്നെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം. ഇപ്പൊ ഞാൻ ജനിച്ച പോലെ വന്ന് ഇരുന്ന് അതുപോലെ മരിച്ചു പോകാനല്ല മനുഷ്യന്മം കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഈ വിവേകത്തിൽ എനിക്ക് കർമ്മങ്ങളെ ചെയ്യാം, വികാരത്തിലും കർമ്മങ്ങളെ ചെയ്യാം. 2 വിധത്തിൽ എനിക്ക് ഒരേ കർമ്മം തന്നെ എനിക്ക് വികാരത്തിന്റെ രീതിയിലും ചെയ്യാം, വിവേകത്തിന്റെ രീതിയിലും ചെയ്യാം. വിവേകത്തിന്റെ രീതിയിൽ ചെയ്ത് ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് ഈശ്വരനിലോട്ട് അടുക്കാം. എൻ്റെ സ്വസ്ഥത കൂടും, എൻ്റെ ദുരിതങ്ങൾ അവസാനിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്തുവാ, ഈ സ്വസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ വികാരങ്ങളിൽ കൂടെ പ്രവർത്തിച്ച് എൻ്റെ സ്വസ്ഥത കളയോ എൻ്റെ നാശത്തിലോട്ട് ഈശ്വരൻ നിന്ന് അകന്നു പോവാ. അപ്പൊ ഈ എല്ലാ ശ്ലോകങ്ങളും ഇമ്പോർട്ടൻ്റ് ആയി. നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് ഇത് തന്നെ. പുതിയായിട്ട് ഒരു കാര്യം എത്രയെല്ലാം ഇല്ലയോ, 4 വേദങ്ങളുണ്ട്, എത്രയോ ഉപനിഷത്തുകളുണ്ട്. എല്ലാത്തിലും പറയുന്ന ഒരേ പ്രിൻസിപ്പിളാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ജീവാത്മ പരമാത്മ ഐക്യം. ഞാൻ ജീവാത്മാവാണ്. ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ജീവാത്മാവാ. ഞാൻ ആക്ച്വലായിട്ട് പരമാത്മാവാ. ഇതിലോട്ട് ഐക്യപ്പെടണം. ഇതാണ് എല്ലാ ഗ്രന്ഥങ്ങളും നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലെല്ലാം പറയുന്നത്. പക്ഷെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എത്രയോ നമ്മളും മൈൻഡിനെ നമ്മൾ ശരിക്കും ചിന്തിക്കണം. കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് റിയലൈസേഷൻ വരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. സമയമായി. ശരിക്കും അടുത്ത ക്ലാസ് എല്ലാവരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ശരിക്കും ആലോചിച്ചിട്ട് വരിക. ഓക്കെ.